ദക്ഷിണാഫ്രിക്കയിലെ മദർവെല്ലിലുള്ള ഫെലോഷിപ്പ് ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ പ്രസംഗിക്കുന്നതിനിടെ യുഎസിലെ സുവിശേഷ പ്രഘോഷകനായ ജോഷ് സള്ളിവനെ തട്ടിക്കൊണ്ടുപോയി. പോലീസ് പറയുന്നതനുസരിച്ച് മുഖംമൂടി ധരിച്ച 4 തോക്കുധാരികൾ രാത്രി 30ഓളം പേർ പങ്കെടുത്ത ഒരു പ്രാർത്ഥനാ യോഗത്തിനിടെ പള്ളിയിൽ പ്രവേശിക്കുകയും അക്രമികൾ 2 മൊബൈൽ ഫോണുകൾ കവർന്ന് 45-കാരനായ മിഷനറിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ജോഷ് സള്ളിവനെ തട്ടിക്കൊണ്ടുപോയ കാർ പിന്നീട് പള്ളിയിൽ നിന്ന് 1 മൈൽ അകലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. 6 കുട്ടികളുടെ പിതാവായ സള്ളിവൻ 2018 മുതൽ ദക്ഷിണാഫ്രിക്കയിൽ ഒരു മിഷണറിയാണ്. സള്ളിവനും കുടുംബവും ടെന്നസിയിലെ മേരിവില്ലിലുള്ള ഒരു സ്വാതന്ത്ര്യ ബാപ്റ്റിസ്റ്റ് പള്ളിയായ ഫെലോഷിപ്പ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ അംഗങ്ങളാണ്. അവിടെ സള്ളിവൻ ജോലി ചെയ്യുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകലിന് സാക്ഷികളായവരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഉൾപ്പെടുന്നു. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് തട്ടിക്കൊണ്ടുപോകൽ സാമ്പത്തിക പ്രേരിതമായിരിക്കാമെന്ന് സൂചന നൽകുന്നുണ്ടെങ്കിലും അക്രമികൾ സള്ളിവനെ ലക്ഷ്യം വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിലിനെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാമായിരുന്നു. തോക്കുധാരികൾക്ക് സള്ളിവൻ്റെ പേരും അറിയാമായിരുന്നു. 2024 അവസാനത്തോടെ പള്ളി കത്തിച്ചു കളയുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പോലീസ് സർവീസിൻ്റെ ആൻറ്റി ഗ്യാങ് യൂണിറ്റ് തട്ടിക്കൊണ്ടുപോകലിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്.